വാർത്താ വ്യക്തിയിലേക്ക് സ്വാഗതം. വാർത്താ വ്യക്തിയിൽ ഇന്നത്തെ അതിഥി പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അഭിമുഖത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് വാർത്താ വ്യക്തിയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ ഒരു സൗജന്യവും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് താങ്കൾ പത്രസമ്മേളനം വിളിച്ച് കിഫ്ബിയുടെ വലിയ ദുരൂഹതയും ആരോപണമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ വെല്ലുവിളിച്ചതിനുള്ള മറുപടിയാണത്. പിണറായി വിജയൻ വെല്ലുവിളിച്ചതിനുള്ള മറുപടി മാത്രമല്ല, കേരള സർക്കാരിൻ്റെ അഴിമതിയുടെ ഒരു മുഖം കൂടിയാണ്. ലാവ്ലിൻ കമ്പനിയും ഇടതുപക്ഷ മുന്നണിയായിട്ട് എന്താണ് ഇത്ര വലിയ ബന്ധം? ലാവ്ലിൻ കമ്പനിയും പിണറായി വിജയനും തമ്മിൽ ഇത്രമാത്രം അടുപ്പം എന്താണ്? ലാവ്ലിൻ കേസിൽ 375 കോടി രൂപയുടെ അഴിമതി കേസിൽ അദ്ദേഹം ഇപ്പോഴും പ്രതിയായി കോടതിയിൽ നിൽക്കുകയാണ്. ഇപ്പോഴും മാറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹത്തെ വിചാരണ കൂടാതെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ CBI കോടതിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കിടക്കുകയാണ്. അതേ സമയത്താണ് ഇപ്പോൾ 1250 കോടി രൂപയുടെ കിഫ്ബി ബോണ്ട് ലാവ്ലിൻ കമ്പനിക്ക് 20% ഷെയറുള്ള ഒരു കമ്പനിക്ക് ഇപ്പോൾ അവർ വാങ്ങിച്ചിട്ടുള്ളത്. ആ കമ്പനിക്ക് 9.8% അല്ല, കടപ്പത്രമല്ലേ, അപ്പം അതിൽ നേരിട്ട് അഴിമതിയൊന്നും കാണിക്കാൻ പറ്റും. അതല്ലല്ലോ, ആ കമ്പനിക്ക് വൻതോതിൽ ലാഭം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ 2024 വരുമ്പോൾ ഏതാണ്ട് 200 കോടി രൂപയുടെ സഹായം അല്ലെങ്കിൽ ലാഭം അവർക്കുണ്ടാകും. അപ്പോൾ വലിയ പലിശയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഒന്ന് വലിയ പലിശയ്ക്ക് കൊടുത്തു. 2 CDPO എന്ന് പറയുന്ന ഈ കമ്പനിക്ക് എന്താണ് ലാവ്ലിൻ കമ്പനിയുമായിട്ട് ബന്ധമുള്ള കമ്പനിയാണ്. ആ ലാവ്ലിൻ കമ്പനിക്ക് ബന്ധമുള്ള ഒരു കമ്പനിക്ക് ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ട്. നിങ്ങൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ധനകാര്യമന്ത്രിക്കെതിരെയാണ്. ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമുള്ള പങ്കാണ് ഇക്കാര്യത്തിൽ. രണ്ടുപേരുടെയും പങ്ക് വ്യക്തമാക്കണം. എവിടെ വെച്ച് ചർച്ച നടന്നു, ആരാണ് ഇതിന് ഉത്തരവാദി, ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരണം. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എക്കണോമിക് ടൈംസിലൊരു ഇൻ്റർവ്യൂ ഉണ്ട് കൗശിക്കിൻ്റെ, എൻ്റെ വൈസ് ചെയർമാൻ്റെ. ആ ഇൻ്റർവ്യൂവിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. സിംഗപ്പൂർ, കാനഡ എന്നീ 2 സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ ബോണ്ടുകൾ വിറ്റഴിച്ചിട്ടുള്ളത്. ഇത് ഏതെല്ലാം കമ്പനികൾക്കാണ് കൊടുത്തിട്ടുള്ളത്? എന്തുകൊണ്ട് ആ വിശദമായ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടില്ല? ആ ഡീറ്റെയിൽസ് ഗവൺമെൻറ് പുറത്തുവിടട്ടെ. എന്തിനാണ് ഈ ദുരൂഹത? ഇപ്പം കിഫ്ബിയുടെ കാര്യത്തിൽ ഈ ബോണ്ടിൻ്റെ കാര്യമൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് ഇലക്ഷൻ്റെ ഒരു സ്റ്റണ്ടാണെന്ന് ആക്ഷേപം വരുത്തി. അല്ല, ഇപ്പോഴാണല്ലോ, ഇന്നാണ് കൗശിക്കിൻ്റെ പത്രസമ്മേളനം പുറത്തു വന്നത്. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള ദുരൂഹത നിലനിൽക്കുകയാണ്. ഞാൻ 3 കാര്യങ്ങളാണ് ഗവൺമെൻറ്റിനോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ഈ കമ്പനികളുമായിട്ട് ആരെല്ലാമാണ് ചർച്ച നടത്തിയത്? ഈ കമ്പനി സെലക്ട് ചെയ്തതിൻ്റെ ഇവർക്ക് ഒരു അവസരമുണ്ടാക്കി കൊടുത്തതിൻ്റെ പിന്നിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള ഒരു കമ്പനിക്ക് ഈ ഷെയർ വാങ്ങാനുള്ള അവസരം ആരുണ്ടാക്കി കൊടുത്തു? ഇതെല്ലാം ഗവൺമെൻറ് വ്യക്തമാക്കട്ടെ. ഇതിൻ്റെ കാര്യത്തിൽ ഇവർ നടപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കുമോ? നോക്കാം നമുക്ക്. എന്താണ് അവർ പറയാൻ പോകുന്നതെന്ന് അറിയട്ടെ. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. താങ്കൾ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് SNC ലാവ്ലിൻ്റെ കേസിൽ CBIക്ക് വിടണം എന്നുള്ളത് പാസ്സാക്കിയത്. അത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായിരുന്നു. താങ്കൾ പിണറായി വിജയനെ വേട്ടയാടുന്നുവെന്ന് ആരോപിച്ചാൽ? വേട്ടയാടലല്ലോ, ഇതൊരു സത്യമല്ലേ. ഇത് ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെയാണ് പറഞ്ഞത്. 1250 കോടി രൂപയുടെ ഈ ബോണ്ട് വിൽക്കുന്നു അല്ലെങ്കിൽ വാങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം അവർ തന്നെ പുറത്തുവിട്ടത്. ആ കമ്പനിയെപ്പറ്റി ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ കമ്പനിക്ക് ലാവ്ലിൻ കമ്പനിക്ക് 20% ഷെയർ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് വളരെ ദുരൂഹത. ഇടതു മുന്നണി വരുമ്പോൾ മാത്രം എന്താ ഈ ലാവ്ലിൻ പുറത്ത് വരുന്നത്? അവരുമായിട്ട് എന്താണ് ബന്ധം? ഇതൊക്കെ ജനങ്ങൾക്ക് അറിയണ്ടേ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞു പോയത് CPM-ആയിട്ട് ഏറ്റുമുട്ടാനില്ല, അവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. താങ്കളുടെ ദേശീയ അധ്യക്ഷൻ പറയുന്നു CPM-ആയിട്ട് ഒരു ഏറ്റുമുട്ടലിനില്ല, അവർക്കെതിരെ ഒന്നും പറയാനില്ല എന്ന് പറയുകയും പ്രതിപക്ഷ നേതാവ് പറയുന്നു അദ്ദേഹമാണ് അല്ലെങ്കിൽ CPM ആണ് മുഖ്യ ശത്രു, പിണറായിക്കെതിരെ
കടുത്ത ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു ധനകാര്യമന്ത്രിക്കെതിരെയും. ഇതൊരു വൈരുദ്ധ്യമല്ലേ? ഒരു വൈരുദ്ധ്യമില്ല. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനും അടുത്തുണ്ടായിരുന്നു, എനിക്കെതിരായി ധാരാളം ആക്ഷേപങ്ങൾ ഇവർ ഉന്നയിക്കുന്നു, അത് ഞാൻ അതിന് മറുപടി പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു മാന്യനായ രാഷ്ട്രീയ പ്രവർത്തകൻ തനിക്കെതിരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടി പറയുന്നില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം CPM ഗവൺമെൻറ്റും പാർട്ടിയും ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഞങ്ങൾ പറയരുതെന്നില്ല. അത് ഞങ്ങൾ പറയും, അത് ഞങ്ങളുടെ കടമയാണ്, ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞത് രാഹുൽ ഗാന്ധി മാന്യനായതുകൊണ്ടാണ് CPM-നെതിരെ ആരോപണം ഉന്നയിക്കാത്തത്. അപ്പോൾ ഇവിടെ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ മാന്യന്മാരല്ല എന്നുള്ളൊരു ധ്വനി വേണമെങ്കിൽ പറഞ്ഞൂടെ? അതാണ് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇത് പറയുന്നത്. അദ്ദേഹം തനിക്ക് വ്യക്തിപരമായി തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. അല്ലാണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കോ CPM ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കോ മറുപടി പറയത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ല. എന്തായാലും കോൺഗ്രസിൻ്റെ അണികളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാതെ കാരണമായില്ലേ? ഒരാശയക്കുഴപ്പമില്ല. അതൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഔന്നത്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അനാവശ്യമായ ആരോപണം. ദേശാഭിമാനിയും ജന്മഭൂമിയും എടുത്താൽ ഒരേ അച്ചിലായി പാടിക്കുന്നത്. ദേശാഭിമാനി വായിച്ചാൽ മതി, മറ്റേ ഇപ്പോൾ ഷുക്കൂർ, ഷുഹൈബ്, യൂത്ത് കോൺഗ്രസിലെ 2 ചെറുപ്പക്കാർ ഒക്കെ കൊല്ലപ്പെട്ട് അതിൻ്റെ ചോര ഉണങ്ങുന്നതിന് മുമ്പേ അതിന് കാരണക്കാരെന്ന് നിങ്ങൾ ആരോപിക്കുന്ന CPM-ന്റെ എതിരെയാണ് ഒന്നും പറയാനില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്. അത് പാർട്ടിയിൽ ഒരു വികാരം ഉണ്ടാക്കില്ല, പ്രത്യേകിച്ച് മലബാറിൽ. അങ്ങനെയല്ല പറഞ്ഞത്. തനിക്കെതിരായി എനിക്കറിയാം, എനിക്കെതിരായി ധാരാളം വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്, അതിന് ഞാൻ മറുപടിയില്ലെന്നാണ്. അല്ലാണ്ട് അവർ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കും ഭരണപരാജയങ്ങൾക്കും സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കും കൊലപാതക രാഷ്ട്രീയത്തിനൊക്കെ മറുപടി പറയാതിരിക്കാൻ പറ്റും. പക്ഷേ ഒരു വാക്ക് പോലും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി മലബാറിൽ കോഴിക്കോട് റാലി പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇന്നലെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നതല്ലേ. രാഹുൽ ഗാന്ധി വയനാട് വന്നത് കോൺഗ്രസിനാകെ വലിയൊരു ഉണർവുണ്ടാക്കിയെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിൽ വലിയ ദോഷം ചെയ്യില്ല. ഇപ്പം തന്നെ BJP ഇതൊരു വലിയ ക്യാമ്പയിനായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പതാകയുള്ള, പാകിസ്ഥാൻ്റെ നിറമുള്ള പതാകയും എന്തിക്കൊണ്ടുള്ള ഒരു യാത്ര, റോഡ് ഷോ നടത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥ് അടക്കമുള്ള BJPയുടെ നേതാക്കൾ വലിയ രീതിയിൽ മെജോറിറ്റി കമ്മ്യൂണിറ്റി വികാരം ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒരിക്കലും ചിലവാകാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് 2 സ്ഥലത്താണ്, അമേഠിയിലും വയനാട്ടിലും. അത് മത്സരിക്കുന്നതിൻ്റെ കാരണം ദേശീയ ഐക്യത്തിനും കഴിഞ്ഞ 5 വർഷക്കാലം നരേന്ദ്രമോദി അവഗണിച്ച തെക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പുതിയ പ്രത്യാശ നൽകാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെതിരായി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയും പറഞ്ഞത് വളരെ വളരെ തരംതാണ നിലയിലാണ്. ഹിന്ദുക്കളെ പേടിച്ചാണ് ഇങ്ങോട്ട് ഓടി വന്നതെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇത് വയനാട് കോൺഗ്രസിൻ്റെ സീറ്റാണ്. 7 സീറ്റിൽ 5 സീറ്റിലും കോൺഗ്രസ്സാണ്. ലീഗ് 2 സ്ഥലത്തെ മത്സരിക്കുന്നുള്ളൂ. മാത്രമല്ല അവിടെ ഭൂരിപക്ഷം, ഞാനങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാം, 52% ഹിന്ദുക്കളാണ് അവിടെ ഉള്ളത്. അത് ഇതുവരെ കോൺഗ്രസ് തുറന്ന് പറയുന്നില്ല. നമ്മളങ്ങനെ ആളുകളെ കാണുന്നില്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയായിട്ട് കാണുന്നില്ല. ഞങ്ങൾ ജനങ്ങളായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൽ വരുന്ന പാറ്റേണിൽ മുഴുവൻ 49.4% ഹിന്ദുക്കളുള്ളൂ എന്നാണ് വരുന്നത്. 52% ഹിന്ദുക്കളുള്ള സ്ഥലമാണ്. ഇത് ആധികാരികമായിട്ട് എവിടെ പറയും? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരെയും അതിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. മാത്രമല്ല ഇത് കോൺഗ്രസിന്റെ അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പറഞ്ഞത് മെജോറിറ്റി കമ്മ്യൂണിറ്റി, ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കൾ കുറവുള്ള മണ്ഡലത്തിൽ ഭൂരിപക്ഷ സമുദായത്തെ പേടിച്ചിട്ട് ന്യൂനപക്ഷങ്ങളുടെ അടുത്തേക്ക് ഓടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അതിനെ വർഗീയവൽക്കരിക്കുകയാണ്. പച്ചയായ വർഗീയതയും ജാതീയതയും പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് എത്ര തെറ്റായ കാര്യമാണ്. യോഗി ആദിത്യനാഥ് പറയുന്നു മുസ്ലിം ലീഗ് വൈറസാണ്. സത്യത്തിൽ വൈറസ് എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് തന്നെയാണ് ഒരു വൈറസ്. പിന്നെ BJP ആണ് ഒരു വൈറസ്. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന, സമൂഹത്തിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇവർക്കെതിരായിട്ടാണ് ജനങ്ങൾ ഇന്ന് മുന്നോട്ട് വരുന്നത്. അല്ല, മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം കേരളത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം. പക്ഷേ ഈ ഓൾ ഇന്ത്യ തലത്തിൽ ഈ ലീഗ് ബന്ധം വെച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ഒരു ക്ഷീണം സംഭവിച്ചുകൂടെ? ഒരിക്കലുമില്ല. ലീഗ് ഇന്നും മുതല പണ്ടും നമ്മുടെ കൂടെ UDF-ലുള്ളതാണ്. അല്ല, ഇത് ചിന്തിക്കുമ്പോഴേ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ മത്സരിക്കാമായിരുന്നല്ലോ. അപ്പോൾ BJPയെ നേരിടുകയും ചെയ്യാം. ഈ ആരോപണമൊന്നും വരത്തില്ലായിരുന്നു. ഇപ്പോൾ CPM ഒരുപക്ഷെ ദേശീയ തലത്തിൽ നിങ്ങളുടെ ഒരു ഘടകകക്ഷി പോലെ നിൽക്കുന്നൊരു കക്ഷിയാണ്, കേരളത്തിലോ ബംഗാളിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ നിങ്ങൾ എതിരാക്കി BJPക്ക് ആരോപണം ഉന്നയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കേരളത്തിന് കിട്ടാൻ വേണ്ടിയുള്ള പിടിവലിയിൽ കോൺഗ്രസിന് അത് ദോഷമായി എന്നൊരു ചിന്തയില്ലേ? അതിപ്പോൾ കർണാടകത്തിൽ നിന്നാലും BJPക്ക് വിമർശിക്കാനുള്ളത് BJP വിമർശിക്കും. പക്ഷേ BJP ആണ് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു കാര്യം BJP അദ്ദേഹം അമേഠിയിലോ ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? BJP ആയിട്ടല്ലേ. അപ്പോൾ അതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല. നരേന്ദ്രമോദിക്ക് വർഗീയത പ്രചരിപ്പിച്ച്
തൻ്റെ 5 വർഷക്കാലത്തെ ഭരണപരാജയങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് വർഗീയത പ്രചരിപ്പിക്കുകയാണ്. പുൽവാമ പോലുള്ള സംഭവങ്ങൾ അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷി എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എത്രയോ വർഷമായിട്ട് കേരളത്തിൽ മതേതര നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ്. മാത്രമല്ല ഇവിടെ ബാബറി മസ്ജിദ് തകർന്നു. ആ സമയത്ത് കേരളത്തിൽ കലാപം ഉണ്ടാകാതെ കാത്തു സൂക്ഷിച്ചത് അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രാമാണികനായ നേതാവ് ആയ ശിഹാബ് തങ്ങളല്ലേ. കേരളത്തിലെ പൊതുസമൂഹത്തിൽ മതേതര നിലപാടുകളെന്ന് ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമല്ലേ ലീഗ്. മാത്രമല്ല ഇന്ത്യൻ ക്യാബിനറ്റിൽ പോലും അംഗങ്ങളുണ്ടായിരുന്ന പാർട്ടിയാണിത്. അവരെ വർഗീയ പാർട്ടി എന്ന് പറയുന്ന വൈറസാണെന്നും പറയുന്ന ഈ യോഗി ആദിത്യനാഥും മറ്റും ചരിത്രം അറിയാതെ പറയുന്നവരാണ്. ഈ അമേഠിയിൽ തോൽക്കുമെന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങോട്ട് വിളിച്ചോടിയെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും അമേഠിയിലും ജയിക്കും, അദ്ദേഹം ഇവിടെയും ജയിക്കും. അപ്പോൾ 2 സ്ഥലത്ത് ജയിച്ചാൽ എവിടെ തുടരും? അത് ആ സമയത്ത് തീരുമാനിക്കും. ഇപ്പോൾ ഇവിടുത്തെ അതും വാദമുണ്ട്. 2 സ്ഥലത്ത് ജയിച്ചാൽ സ്വാഭാവികമായിട്ടും വയനാട് കൈവിടും, അമേഠിയിൽ തുടരും. കാരണം അമേഠിയിൽ 15 വർഷമായിട്ട് MP ആണ്. അതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു മോഡിയും അതുപോലെ തന്നെ ആദിത്യനാഥൊക്കെ തരംതാണ പ്രയോഗം നടത്തുന്നുവെന്ന്. ഇപ്പോൾ സുഷമ സ്വരാജ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അദ്വാനിയെ നരേന്ദ്രമോദി ചവിട്ടി പുറത്താക്കി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതൊരു തരംതാണ പ്രയോഗമാണ്. ഒരിക്കലും ചവിട്ടി പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം പ്രായമായി മത്സരിക്കുന്നില്ല. അതിനെങ്ങനെ ഒരു ചവിട്ടി പുറത്താക്കി എന്നുള്ള പ്രയോഗം? അല്ല, ചവിട്ടി പുറത്താക്കുകയല്ലേ ചെയ്ത്. സീറ്റ് കൊടുക്കാതിരിക്കുന്നത് ചവിട്ടി പുറത്താക്കലാണോ? അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ചവിട്ടി പുറത്താക്കി. അതിൻ്റെ രോഷം കഴിഞ്ഞ ദിവസം അദ്വാനി തന്നെ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. മുരളി മനോഹർ ജോഷി ഇവരൊക്കെ ആദ്യകാല BJP സ്ഥാപക നേതാക്കൾ. പക്ഷെ അദ്വാനി തുറന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ആദ്യം രാജ്യം, പിന്നെ പാർട്ടി, പിന്നെ വ്യക്തി എന്നല്ലേ പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞതിന് എല്ലാവർക്കും അർത്ഥം മനസ്സിലായി. ഇവിടെ ആദ്യം വ്യക്തിയാണ്, പിന്നെയാണ് രാജ്യവും പാർട്ടിയെല്ലാം ഉള്ളത്. ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ചുള്ള വലിയ ആക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് CPM ആണ് വലിയ രീതിയിൽ പറയുന്നത്. BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് ഇന്ന് പലരും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആൾക്കാർ പോകാൻ കിടക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ചെയ്താൽ നാളെ അവർ BJPയിൽ പോകും എന്നുള്ളൊരു ആക്ഷേപം വളരെ ശക്തമായിട്ട് ഇവിടെ കേരളത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ, ഇന്ത്യയുടെ ചരിത്രമെടുത്താൽ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരെ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? CPM ആണ്. ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തി മൊറാർജി ദേശായിയെ അന്നത്തെ ജനസംഘവുമായി കൈകോർത്ത് പിടിച്ച് അന്നത്തെ ജനതാ പാർട്ടിയുമായിട്ട് അതിനുള്ള ശക്തി CPM-നുണ്ടോ? ഞാൻ പറയട്ടെ, ജനതാ പാർട്ടി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഘം കൂടി ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കി. അതിനെ പിന്തുണച്ചത് ആരാണ്? CPM ആണ്. 77 പിണറായി വിജയൻ കൂത്തുപറമ്പിൽ ജയിക്കുന്ന 5000 വോട്ടിനാണ്. ആരുടെ പിന്തുണയോടെയായിരുന്നു? ജനസംഘത്തിന് പിന്തുണയോടെയായിരുന്നു. ഉദുമയിൽ KG മാരാർക്ക് വേണ്ടി വോട്ട് പിടിച്ചത് CPM വോട്ട് പിടിച്ചത് ആരും മറന്നിട്ടില്ല. മാത്രമല്ല VP സിംഗിനെ ആരാ പ്രധാനമന്ത്രിയാക്കിയത്? ഇടതുപക്ഷത്തിന് ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു. ആ VP സിംഗിനെ അധികാരത്തിൽ കയറ്റിയത് BJP ആയിരുന്നു. കേരളത്തിൽ ആര് പോയെന്നാണ് പറഞ്ഞത്? കോൺഗ്രസിൽ നിന്ന്. അതേസമയം അൽഫോൺസ് കണ്ണന്താനം നിങ്ങളുടെ ഇവിടെ സുഹൃത്താണല്ലോ. അൽഫോൺസ് കണ്ണന്താനം ഇടതുപക്ഷത്തിൻ്റെ MLA. അൽഫോൺസ് കണ്ണന്താനം താങ്കളുടെ എല്ലാവരുടെയും സുഹൃത്താണ്. അല്ല, എൻ്റെ കളക്ടറായിരുന്നു അദ്ദേഹം. ഞാൻ MP ആയിരിക്കും. അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥിയായി MLA ആയി ജയിച്ച ആളാണ്. അയാൾ പിന്നെ നമ്മൾ കണ്ടത് BJPയുടെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിട്ടാകണ്ടേ. അല്ല, നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ആൾ പോയി. കേരളത്തിലെ കാര്യം ഞാൻ പറയട്ടെ. വടക്കൂട്ട് വിശ്വനാഥ മേനോൻ അദ്ദേഹം നയനാർ ഗവൺമെൻറ്റിൽ ധനകാര്യമന്ത്രിയായിരുന്ന ആളാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ BJP ടിക്കറ്റിൽ മത്സരിച്ചു എറണാകുളത്ത്. ബംഗാളിൽ മിക്കവാറും CPM ഓഫീസുകൾ ഇപ്പോൾ BJP ഓഫീസുകളായി മാറി. പല MLA-മാരും മന്ത്രിമാരും അടക്കം ഉള്ള ഉന്നത നേതാക്കന്മാർ BJPയിലേക്ക് പോയി. ആദ്യം അവർ സ്വയം ചികിത്സിക്കട്ടെ, എന്നിട്ട് വേണം മറ്റുള്ളവരെ ചികിത്സിക്കാൻ. ഞങ്ങളേത് കേരളത്തിൽ നിന്ന് ഏതായാലും ഒരു പ്രമുഖനായ നേതാവും BJPയിലേക്ക് പോകില്ല. BJPയെ ശക്തിപ്പെടുത്തുന്ന ജോലി ഇന്ന്. പക്ഷേ കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുമായിട്ട് BJP ചർച്ച നടത്തി അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് അങ്ങടിപ്പാട്ടാണ്. ഇപ്പൊ K. സുധാകരൻ തന്നെ പറഞ്ഞു, അവരെ അയച്ചിരുന്നു. തോമസ് മാഷ് BJPയിലേക്ക് പോകുന്നുള്ള പ്രചരണം വന്നു. K. സുധാകരനോ KV തോമസൊന്നോ ഒരിക്കലും എങ്ങും പോയില്ല. അതൊക്കെ മാധ്യമങ്ങളോട് വന്ന ചില വാർത്തകളാണ്. അല്ല, KV തോമസ് മാഷ് ഇവിടെ മത്സരിക്കുന്നില്ല. എല്ലാ സിറ്റിംഗ് MP-മാർക്കും സീറ്റ് കൊടുക്കുന്ന പറഞ്ഞു. അദ്ദേഹത്തിന് മാത്രമാണ് സീറ്റ് നിശ്ചയിച്ചത്. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തോട് കേന്ദ്ര നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനോ വൈരാഗ്യം ഉണ്ടായിരുന്നോ? ഒരു വൈരാഗ്യവുമില്ല. അദ്ദേഹം വളരെ സീനിയർ നേതാവാണ്. അദ്ദേഹം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു യുവാവായ ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് അഭികാമ്യം എന്ന പാർട്ടി നേതൃത്വത്തിന് തോന്നിയെടുത്ത തീരുമാനമാണ്. അതിൻ്റെ അർത്ഥം
പ്രൊഫസർ കെ വി തോമസിൻ്റെ സേവനങ്ങളെ ആരും വിസ്മരിക്കുന്നില്ല. 10-35 വർഷക്കാലം എം പിയും MLA യും കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രിയൊക്കെയായിരുന്ന സീനിയർ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സേവനം പാർട്ടി ഫലപ്രദമായി വിനിയോഗിക്കും. UDF കൺവീനർ സ്ഥാനമോ അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി സ്ഥാനമോ കൊടുക്കുമെന്നൊക്കെ പത്രവാർത്തകളുണ്ടായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലാണോ ഇനി ദേശീയ രാഷ്ട്രീയത്തിലാണോ അധികം ഉണ്ടാവുക? അതിനെ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ MK രാഘവനെതിരെ വലിയ ആക്ഷേപം വന്നിരിക്കുക. ഒളിക്യാമറയിൽ ചാനൽ 9 എടുത്ത ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞത് ഇത് മറ്റേ BJPയുടെ ചാനലാണ് എടുത്തത്, ജനകീയ കോടതിയിലാണ് അദ്ദേഹം എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ ജനകീയ കോടതി അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞാൽ ഈ ആരോപണം ശരിയായിരുന്നു? ജനകീയ കോടതി തള്ളിക്കളയില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത് വളരെ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് സമയത്ത് രാഘവനെ പോലെയുള്ള പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളൊരു വിഫല ശ്രമം മാത്രമാണ്. ഇതൊരു ഉണ്ടയില്ല വെടിയാണ്. പക്ഷേ ഇത് വലിയ ചർച്ചാ വിഷയമായും അദ്ദേഹം തന്നെ പൊട്ടിക്കരയുകയും ചെയ്തല്ലോ. അദ്ദേഹം പിന്നെ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ പറ്റി ആക്ഷേപങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുമ്പം സ്വാഭാവികമായിട്ടും അല്ല, അപ്പോൾ അതിൽ യാതൊരു പങ്കുമില്ലെങ്കിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് അതിനെ ഫൈറ്റ് ഔട്ട് ചെയ്യല്ലേ ചെയ്യേണ്ടത്? ഫൈറ്റ് ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹം കേസ് കൊടുത്തു, പരാതി കൊടുത്തു. ഞാൻ ആത്മഹത്യ ചെയ്യുന്ന വക്കീലാണെന്നൊക്കെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ പറയാന്ന് പറഞ്ഞു. അതൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ച് തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമുണ്ടാകുന്ന മാനസികമായ ഇപ്പോൾ അതിൻ്റെ ആ വിഷ്വൽസിൻ്റെ ഒറിജിനാലിറ്റിയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് ശരിയാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിൻ്റെ രൂപമാണല്ലോ അതിലുള്ളത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് മോർഫ് ചെയ്തെടുത്ത കാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ താങ്കൾ വിശ്വസിക്കുന്നു? പിന്നെ എൻ്റെ സഹപ്രവർത്തകൻ പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ താങ്കൾക്കെതിരെ കോടിയേരി ബാലകൃഷ്ണൻ, താങ്കളുടെ പാർട്ടിക്കെതിരെ ഉന്നയിച്ചൊരു ആരോപണം, ഇവിടെ ഒരു കോൺഗ്രസ് BJP ലീഗ് സഖ്യം, കോലി സഖ്യം ഉണ്ടെന്നുള്ളതാണ്. നേരത്തെ അത് കരുണാകരൻ്റെ കാലത്തും അങ്ങനെ ആരോപണം ഉണ്ടായിരുന്നു, ചില രത്നസിംഗ് അടക്കമുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതിനെക്കുറിച്ച്. ഇത്തവണ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞൊരു ആക്ഷേപം എന്ന് പറയുന്നത് വടകരയിലും കണ്ണൂരിലും കോൺഗ്രസ്, അവർക്ക് 5 സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ BJP സഹായിക്കും, അതിന് പകരമായിട്ട് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ കോൺഗ്രസ് സഹായിക്കും എന്നുള്ളൊരു ആക്ഷേപമാണ് കോടിയേരി തന്നെ മുന്നോട്ട് വെച്ചത്. ഏതായാലും 5 സ്ഥലത്ത് തോക്കുമെന്ന് സമ്മതിച്ചല്ലോ, ബാക്കി 15ൻ്റെ കാര്യമല്ലോ. ഒരാഴ്ചയോടെ കഴിയുമ്പോൾ അതും തോക്കും. അല്ല, BJP സഹായിക്കുന്നേ പറഞ്ഞു. അല്ലല്ല, 5 സീറ്റിൽ ഞങ്ങൾ ജയിക്കുമെന്ന് സമ്മതിച്ചല്ലോ. വടകരയിലും കണ്ണൂരിലും BJPയുടെ വർക്കില്ല, മുൻകൂർ ജാമ്യം എടുക്കുക. അല്ല, അതെന്താണ്? വടകരയിലും കണ്ണൂരിലും BJP കാര്യമായ വർക്ക് നടത്തുന്നില്ല. അവിടെ അടക്കം വർക്ക് ചെയ്യുന്ന. കണ്ണൂരിൽ മത്സരിക്കുന്ന CK പത്മനാഭനാണ്, മുൻ BJP സംസ്ഥാന അധ്യക്ഷനാണ്. പക്ഷെ അവിടെ പാർട്ടിയുടെ വർക്ക് അവർ വർക്ക് ചെയ്യുന്നോ ഇല്ലെന്നുള്ളത് ഞാനാണ് പറയുന്നത്. അതേസമയം ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ BJPയും CPM-ഉമായിട്ടാണ് ഐക്യം. ഇവർക്ക് രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്, UDF-നെ പരാജയപ്പെടുത്തുക. BJPയുടെ ആഗ്രഹം എന്താണ്? പരമാവധി കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കണം. കാരണം നരേന്ദ്രമോദിക്കായിരിക്കണം പിന്തുണ കൊടുക്കണം, കൂടുതൽ MP-മാരുണ്ടാകണം. അതല്ലേ അവരുടെ ആഗ്രഹം. അല്ലാണ്ട് ഞങ്ങളെ MP-മാരെ ജയിപ്പിച്ചു വിടുന്നതാണോ അവർക്ക് താല്പര്യം? 2, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? പരമാവധി ഞങ്ങളുടെ MP-മാർ ജയിച്ചു വരണമെന്നാണ്. ഈ 2 വികാരങ്ങളുള്ള ആളുകൾ എങ്ങനെ ഒന്നിക്കുമെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് പറയുന്നതിൻ്റെ അർത്ഥം കോടിയേരി ബാലകൃഷ്ണൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് സമ്മതിക്കുകയാണ് ഈ ആരോപണം കൊണ്ട്. ഇത് പോയൊരു വാക്കത്തിയാണ്, കുറേ കാലമായിട്ട് ഇത് പ്രയോഗിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത്തവണ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എല്ലാം UDF-നോടൊപ്പം ഒറ്റ. അല്ല, സർവേകളിലെ തിരുവനന്തപുരം സീറ്റ് മുന്നിൽ നിൽക്കുന്നത് BJP-ആണ്. ഞാൻ ഈ സർവേയിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഈ സർവേകളൊക്കെ വന്നിട്ട് അതിന് ഓരോ സർവേ നടത്തുന്ന ആളുകൾക്ക് അവരവരുടേതായ അജണ്ട ഉണ്ടാകും. ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ മുരളീധരൻ വടകരയിൽ ജയിച്ചാൽ അവിടെ ഒരു സീറ്റ് ഒഴിവ് വരും, വട്ടിയൂർക്കാവ് സീറ്റിൽ BJP-യെ നിർത്തി ജയിപ്പിക്കാമെന്ന് പറഞ്ഞു വരികയാണ് കോടിയേരി. വളരെ ആധികാരികമാണ്. കോടിയേരി എന്തെല്ലാം ഇങ്ങനെ സ്വപ്നങ്ങൾ, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നാളുകളായി അദ്ദേഹം ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ആരും അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ കൊല്ലത്ത് നിങ്ങളുടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി RSPയുടെ പ്രേമചന്ദ്രൻ, അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ഇലക്ഷനിൽ പറഞ്ഞ വാക്ക് വളരെ വിവാദമായിരുന്നു, പരനാറി പ്രയോഗം. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണമൊന്നും കണ്ടില്ല. ഞങ്ങൾ എന്ത് പ്രതികരണത്തിന്? മുഖ്യമന്ത്രിയെ പോലെ ആളിങ്ങനെ തരംതാണ വർത്താനം പറഞ്ഞാൽ എന്ത് പറയാനാണ്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വലിയ ശക്തമായിട്ട് പ്രചരണായുധമാക്കുകയും ഒരുപക്ഷെ പ്രേമചന്ദ്രൻ ഗുണം ചെയ്യുകയും ചെയ്തതാണ്. ഇത്തവണയും അത് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം ജനങ്ങൾ കേട്ടല്ലോ. കേരളത്തിന് സംസ്കാര സമ്പന്നമായ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ഉയർന്ന സാക്ഷരതാ ബോധമുള്ളൊരു സംസ്ഥാനം, അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഒരാളെ പറ്റി പറയുന്നത്. അദ്ദേഹം ഇതിനു മുമ്പ് ബിഷപ്പന്മാരെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ടുണ്ട്.
അതൊന്നും പിണറായി വിജയന് ഇതൊക്കെ ആഭരണങ്ങൾ. അല്ല, LDF വിട്ട് UDF വന്നു. ഇനി മോഡി അധികാരത്തിലേറുകയാണെങ്കിൽ UDF വിട്ട് BJP പോകുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന ബാലകൃഷ്ണപിള്ളയും വീരേന്ദ്രകുമാറും ഒക്കെ ഞങ്ങളുടെ ഇത് വിട്ടുപോയതല്ലേ. അതൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടാകും. ഓരോ കക്ഷിയും അവരുടെ തീരുമാനം എടുക്കും. ആ മാറിപ്പോകുന്നവരൊക്കെ പരനാറികളാണോ? അങ്ങനെയാണെങ്കിൽ എത്രയോ പേരെ പരനാറിയിൽ അദ്ദേഹത്തിന് വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കേണ്ടി വരും. ഞങ്ങളാരും അതിലാരെങ്കിലും വിളിച്ചിട്ടില്ല. അതൊക്കെ ഓരോ പാർട്ടിയുടെയും സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുന്നത്. ശബരിമല വിഷയമാക്കരുതെന്ന് ടിക്കാറാം മീണ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ശബരിമല പത്തനംതിട്ടയിലടക്കം വലിയ കേരളം മുഴുവൻ പ്രധാന വിഷയം തന്നെയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ നിരോധിക്കാനും പറ്റില്ല. കാരണം കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അല്ല, അതിൽ നിലപാടെടുത്ത പാർട്ടി എന്ന നിലയിൽ BJP അതിന്റെ ഗുണം കൂടുതൽ ഒരു ഗുണം കിട്ടത്തില്ല. അവർ സുവർണാവസരം ഉണ്ടാക്കുക കാത്തിരിക്കുക. എന്തുകൊണ്ടാണ് BJPയേക്കാൾ കോൺഗ്രസിന് ശബരിമല വിഷയത്തിൽ വോട്ട് ചെയ്യണമെന്ന് താങ്കൾ പറയുന്നത്? കാരണം ശബരിമല വിഷയം എങ്ങനെയാണ് ഉണ്ടായത്? സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ സുപ്രീം കോടതി വിധിക്കെതിരെ എന്താണ് ചെയ്യേണ്ടത്? നിയമപരമായി പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയായതുകൊണ്ട് അവിടെ റിവിഷൻ ഹർജി കൊടുക്കുക. BJP റിവിഷൻ ഹർജി കൊടുത്തില്ല, ശബരിമല കർമ്മസമിതി കൊടുത്തില്ല, RSSകാർ കൊടുത്തില്ല, ഇവരാരും കൊടുത്തില്ല. കൊടുത്തതാരാ? കോൺഗ്രസ് പാർട്ടിയാണ്. ഞങ്ങൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന് വേണ്ടി ഇന്ത്യയിലെ പ്രശസ്തനായ അഭിഭാഷകൻ കോൺഗ്രസിൻ്റെ വക്താവ് മനു അഭിഷേക് സിംഗ്വി ഹാജരായി. ഞങ്ങളാണ് ഈ കാര്യത്തിൽ ഫലപ്രദവും നീതിപൂർവവും ഭരണഘടനാനുസൃതവുമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. 1. 2, ശബരിമല അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യമൊരുക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ MLAമാർ 10 ദിവസം സത്യാഗ്രഹം നടത്തി, 10 ദിവസം സഭ സംഭിച്ചു, 5 ജാഥകൾ നടത്തി. ഞങ്ങൾ സമാധാനപരമായി നടത്തിയുള്ളൂ. ഞങ്ങൾ ഒറ്റഘട്ടത്തിൽ മാത്രമാണ് നിരോധനാജ്ഞ ലംഘിക്കാൻ തീരുമാനിച്ചത്. ഞാനടക്കം ഞാൻ 1ാം പ്രതിയായ കേസാണ്. അപ്പം ജനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതിനെ ഒരു സുവർണാവസരമായി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയല്ല UDF മുന്നോട്ട്. കാരണം 2016 ലംഘിച്ചപ്പോഴും നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ LDF തയ്യാറായില്ല. 2016 മുതൽ ഒരേ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അന്ന് UDF ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു വിശ്വാസികളുടെ വികാരത്തോടൊപ്പം നിയമപരവും ഭരണഘടനാപരവുമായ നടപടികൾ സ്വീകരിച്ചത് UDF ആണ് എന്നുള്ളത് കൊണ്ട് വിശ്വാസികൾക്ക് ഞങ്ങളോട് അനുഭാവമുണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്ത്രീ സമത്വത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ അഭിപ്രായമല്ല ദേശീയ അധ്യക്ഷൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, മുല്ലപ്പള്ളി കോടതി വിധി വന്നപ്പോൾ അതിനെ ആദ്യം സ്വാഗതം പിന്നീട് നിലപാട് മാറ്റിയതാണ്. ഒരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഏറ്റവും ഉന്നതമായ ഒരു മാനദണ്ഡമാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചത്. തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് കോൺഗ്രസ് എടുക്കുന്ന UDF എടുക്കുന്ന തീരുമാനമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ അനുവദിച്ചത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ കേരളത്തിലെ KPCC UDF എടുത്ത നിലപാട് ശരിയാണ് എന്ന് ഇന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് മറ്റാരേക്കാൾ കൂടുതൽ കോൺഗ്രസിനോട് വിശ്വാസ സമൂഹം അടുത്തുള്ളത്. ചാലക്കുടിയിലും തൃശ്ശൂരിലൊക്കെ നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് ആദ്യം വന്നിരുന്നു. ഇപ്പോൾ ചാലക്കുടി സ്ഥാനാർത്ഥി ആശുപത്രിയിലാണ്, പ്രചരണത്തെ അത് ബാധിക്കുന്നു. തൃശ്ശൂരിൽ BJP സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ത്രികോണ ഫൈറ്റൊക്കെ വരുമ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ നിങ്ങൾ മത്സരം കുറച്ചുകൂടി കടുത്തതായില്ലേ? അല്ല, തൃശ്ശൂർ സിനിമ വേണ്ടിയിട്ടുള്ള പോരാട്ടമൊന്നും അല്ലല്ലോ, പാർലമെൻറ്റിലേക്കുള്ള മത്സരമല്ലേ. പക്ഷെ എന്നാലും സിനിമാ താരങ്ങൾക്കും ഒരു പ്രത്യേക, അദ്ദേഹം BJPയുടെ MP കൂടിയാണല്ലോ, രാജ്യസഭ MP ആണ്. കേരളത്തിൽ ഏതെങ്കിലും സിനിമാ താരങ്ങൾ മത്സരിച്ച് ജയിച്ചതായിട്ട് ഗണേഷ് കുമാർ എത്ര തവണ? അവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് തന്നെയാണ്. ഇന്നസെന്റ് ജയിച്ചല്ലോ. ഒരു ചക്ക വീണൊരു മുയലിയാത്ത എപ്പോഴും ചക്ക വീഴുകയും മുയലിയാവുകയും സീനിയർ നേതാവായി PC ചാക്കോയെ തോൽപ്പിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ചക്ക വീണൊരു മുയലിയാത്തെന്ന് വിചാരിച്ചാൽ എപ്പോഴും ചക്ക വീഴുകയും മുയലിയാവുകയും ചെയ്യില്ല. ഇത്തവണ തൃശ്ശൂരിലും ചാലക്കുടിയിലും ബെന്നി ബെഹനാൻ ആശുപത്രിയിലായത് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു അവസ്ഥ നിങ്ങൾ നേടാൻ പോകുന്നത്? അല്ല, അദ്ദേഹം അത് ആശുപത്രിയിലാണെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റേതായ സംഘടനാ മിഷനറി ഉണ്ടല്ലോ, അത് ജനങ്ങളിലെത്തിക്കാൻ അത് നമുക്ക് അനുകൂലമായിട്ട് വരും. തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞില്ല. തൃശ്ശൂർ പ്രതാപൻ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും, ഒരു സംശയവും വേണ്ട. ഉറപ്പായിട്ടും ജയിക്കുന്നുള്ള അവസ്ഥയാണ്. ചലച്ചിത്ര ഉത്സവമൊന്നും അല്ലല്ലോ. അതുപോലെ രമ്യ ഹരിദാസിൻ്റെ ഇതിനെതിരെ പാട്ട് പാടിയതിനെ കുറിച്ച് വിവാദം വന്നിരുന്നു. പിന്നെ വിജയരാഘവൻ പറഞ്ഞ കമൻറ്റ് വിവാദമായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കണം. നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നവർ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്നവർ, ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവരെ അപമാനിക്കാനാണ് മുന്നോട്ട് വന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി അതിനകത്ത് പ്രതികരിച്ചില്ലല്ലോ.
പാർട്ടി നേതൃത്വം പ്രതികരിച്ചില്ലല്ലോ. കേരളത്തിൽ സ്ത്രീ പീഡനങ്ങളുടെ കേന്ദ്രങ്ങളായി CPM ഓഫീസുകൾ മാറുകയാണ്. ഇതാണോ നവോത്ഥാനം? പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വേഷം ധരിച്ച് സുരക്ഷാ ഭയത്തോടു കൂടി നടക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല, ക്രമസമാധാനം തകരുന്നു, കൊലപാതക രാഷ്ട്രീയം നിലനിൽക്കുന്നു. ഇതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. താങ്കൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൽ അറിയപ്പെടുന്ന ആളാണ്. പക്ഷേ ഇത്തവണ ലോക്സഭയിലേക്ക് ഉമ്മൻചാണ്ടി മത്സരിക്കുന്നില്ല, മുല്ലപ്പള്ളി മത്സരിക്കുന്നില്ല, KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല. ഇവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലക്ഷ്യം വെക്കുന്നവരാണെന്ന് വലിയൊരു പ്രചരണം നടക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? എന്തുകൊണ്ടാണ് ഇവരാരും മത്സരിക്കുക? കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അതിന് ചില മാർഗങ്ങളുണ്ട്, രീതികളുണ്ട്. അതനുസരിച്ച് ആ കാലഘട്ടത്തിൽ 2 വർഷം കഴിയുമ്പോൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡും എലക്റ്റഡ് ജനപ്രതിനിധികളുടെ തീരുമാനമെടുക്കും. അല്ലല്ലേ, സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആൾക്കാണല്ലോ അതിൻ്റെ ഒരു ഇത് വരിക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നെ മുഖ്യമന്ത്രിയായി. ഇപ്പം അതൊന്നും ആലോചിക്കേണ്ട സമയമല്ലല്ലോ. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ UDF ജയിക്കാനുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, UDF ഒറ്റക്കെട്ടാണ്, പ്രവർത്തകർ ആവേശഭരിതരാണ്. രാഹുൽ ഗാന്ധി കൂടി വന്ന ശേഷം കേരളത്തിലെ ജനങ്ങളുടെ ഒരു വലിയ വികാരം. എത്ര സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് പറയട്ടെ, ഞങ്ങൾക്ക് 20 സീറ്റ് കിട്ടണമെന്നാണ്. അത്ര ഉറപ്പുണ്ടോ? അത് രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാമായിരുന്നല്ലോ, അദ്ദേഹം പേടിച്ച് മാറി. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അദ്ദേഹത്തിന് ഭാരിച്ച ചുമതലയാണ് കോൺഗ്രസ് അധ്യക്ഷൻ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആലപ്പുഴ പോലെ കേരളത്തിൽ എവിടെ നിന്നാലും ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ പരമാവധി ഇവിടെ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. ഈ പരമാവധി സമയം ഇവിടെ തന്നെ ചെലവഴിക്കണം. അതിന് കഴിയാത്തപ്പോഴാണ് അദ്ദേഹം വേണ്ടാന്ന് വെച്ചത്. പിന്നെ ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ മത്സരിച്ചില്ലെങ്കിൽ അത് മധ്യ തിരുവിതാംകൂറിൽ മുഴുവൻ ഗുണം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ മുല്ലപ്പള്ളി വടകരയിൽ മത്സരിച്ചെങ്കിൽ അപ്പോൾ സീനിയർ നേതാക്കളൊക്കെ മാറി നിൽക്കുന്നു എന്നൊരു വലിയ പ്രചരണത്തിന് കാരണമായില്ലേ അത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ചുണക്കുട്ടികളും പടക്കുതിരകളുമായിരിക്കും മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് സീരിയസ് ഒക്കെ മാറി നിൽക്കുന്നത്. അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നിങ്ങളെടുക്കുക, ഏത് കാലത്തേക്കാളും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തു. അവസാനമായിട്ടൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ A ഗ്രൂപ്പ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. Aയും Iയും തമ്മിലാണ് സീറ്റുകളൊക്കെ പങ്കിട്ടത്. വയനാട് സീറ്റ് I ഗ്രൂപ്പിൻ്റെ സീറ്റായിരുന്നു, അത് A ഗ്രൂപ്പ് സിദ്ദിഖിന് വേണ്ടി കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ ഒരു കോംപ്രമൈസ് ആയിട്ടാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നതെന്ന് വരെ ആക്ഷേപമുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ചോദ്യങ്ങളൊന്നും ഞാൻ PP ജെയിംസിൽ പ്രവേശിക്കുന്നില്ല.